ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് പി എസ് സി വേൾഡ്. അബീസ് പി എസ് സി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റാണ് പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് 1891 മലയാളി മെമ്മോറിയലോട് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതിന് വർഷമാണ് വേണ്ടിയുള്ളത്. 1891 ഏതാ മലയാളി മെമ്മോറിയൽ. 1891 മലയാളി മെമ്മോറിയൽ. ഇനി മലയാളി മെമ്മോറിയൽ എന്താണെന്ന് നോക്കാം. വേഗം അങ്ങ് നോക്കി വെച്ചേക്കാം. തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം മഹാരാജാവിന് സമർപ്പിച്ചു. ഇതാണ് മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോഴും മലയാളി മെമ്മോറിയൽ എന്താണ് പറഞ്ഞത്? 1891 ആരാണ് അതിൻ്റെ നേതാവ് എന്ന് പറയുന്നത്? ബാരിസ്റ്റർ GP പിള്ളയാണ്. അതിൻ്റെ കാരണം എന്താണ്? തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടാണ് എന്ത് സമർപ്പിക്കുന്നത്? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈഴവ മെമ്മോറിയലിനെ കുറിച്ചാണ്. 1896 ഏതാ ഈഴവ മെമ്മോറിയൽ. 1896 ഡോക്ടർ പൽപ്പു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ മഹാരാജാവിന് സമർപ്പിച്ചു. 1896 ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിലാണ് ഈഴവ മെമ്മോറിയൽ. അതെന്ന് പറയുന്നത് ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ മഹാരാജാവിന് സമർപ്പിച്ചു. അപ്പോൾ മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലുമാണ് നമ്മൾ നോക്കിയത്. 1891 മലയാളി മെമ്മോറിയലും 1896 ഈഴവ മെമ്മോറിയലും. അപ്പോൾ രണ്ടിൻ്റെയും നേതാക്കന്മാരെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. മലയാളി മെമ്മോറിയൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേതാവ് ബാരിസ്റ്റർ GP പിള്ളയും, ഈഴവ മെമ്മോറിയൽ എന്ന് പറയുമ്പോൾ ആരാണ് നേതാവ്? ഡോക്ടർ പൽപ്പുവുമാണ്. അടുത്തതായിട്ട് നമുക്ക് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തി. ആ ഒരു ഭാഗം നോക്കി വെച്ചേക്കുക. ആരെയാണ് നാട് കടത്തിയതെന്ന് ചിലപ്പോൾ ചോദിക്കാം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയാണ് നാട് കടത്തിയത്. അതിനുശേഷം ഇനി നമ്മൾ നോക്കുന്നത് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച കാര്യമാണ് നമ്മൾ നോക്കുന്നത്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. അപ്പം നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ വർഷം 1932. എന്താണ് കാരണം? സംവരണമാണ് കാരണം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം. ഏതൊക്കെയാണ് വിഭാഗങ്ങൾ? ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ. ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് അതിൻ്റെ നേതാക്കളെ നോക്കി പോകാം. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. ആരൊക്കെയാണ്? NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണത്തിനായുള്ള ഈ സമരം നടന്നത്. ഇനി അടുത്ത പോയിന്റാണ്. 1938 പട്ടം താണുപിള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതോടെ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകാൻ തുടങ്ങി. 1938 എന്താണ് പ്രത്യേകത? പട്ടം താണുപിള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടു. 1938 പട്ടം താണുപിള്ള പ്രസിഡന്റായി എന്താണ് ഫോം ചെയ്തത്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. അതിനുശേഷം ദിവാൻ സാർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. 1946 ദിവാനായ സാർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്ക് എതിരെ നടന്ന സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ്. തിരുവിതാംകൂറിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് കൊച്ചിയാണ്. കൊച്ചി ദിവാനായ ഷൺമുഖം ചിട്ടി വൈദ്യുത വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തോടെയാണ് 1936 കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. എന്നാണ് ഇലക്ട്രിസിറ്റി സമരം? 1936 എവിടെയാണ് നടന്നത്? കൊച്ചിയിലാണ്. ആർക്കെതിരെയാണ് നടന്നത്? ദിവാനായ ഷൺമുഖം ചിട്ടി എന്ത് ചെയ്തു? വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചു. ഇതിനെ തുടർന്ന് നടന്ന സമരമാണ് ഏതാണ്? ഇലക്ട്രിസിറ്റി സമരം. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് 1941 S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായി. ആരുടെ നേതൃത്വത്തിൽ?
എസ് നീലകണ്ഠായർ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ 1941 എന്താണ് സ്ഥാപിച്ചത്? കൊച്ചി രാജ്യപ്രജാ മണ്ഡലം. 1941 കൊച്ചി രാജ്യപ്രജാ മണ്ഡലം. ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, കെ അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മറ്റു ആളുകൾ ആരൊക്കെയാണ്? ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, കെ അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇപ്പോൾ കൊച്ചിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ നോക്കിയത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ചില വനിതകളെയാണ്. മലബാറിൽ AV കുട്ടിമാളു അമ്മയും, തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവർ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ്. ആരൊക്കെയാണ്? മലബാറിൽ AV കുട്ടിമാളു അമ്മയും, തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാനും, ആനി മസ്ക്രീനും. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പല പരീക്ഷകളിൽ ചോദിച്ച് കണ്ട ഒരു ചോദ്യമാണ്. ഇനിയും ചോദിച്ചുകൂടാ എന്നില്ല. അതുകൊണ്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഇനി നമ്മൾ നേരെ പോകുന്നത് ഐക്യ കേരളത്തിലേക്കാണ്. നമുക്ക് പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ മാത്രം അങ്ങ് നോക്കി പോകാം. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. എന്ന് എവിടെയുള്ള സമ്മേളനമാണ്? 1920 എവിടെയുള്ള? നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ് എവിടെയാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത്? ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലം. അവിടെ അധ്യക്ഷനായിരുന്നത് ആരാണ്? ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ബാരിസ്റ്റർ ടി പ്രകാശമാണ്. അദ്ദേഹമാണ് ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ആദ്യ സമ്മേളനം എന്നാണ്? 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് നടന്നത്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ആര്? ടി പ്രകാശം. അദ്ദേഹത്തെ ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് 1-2 തവണ പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. ഏതൊക്കെ ചേർന്നാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നത്? തിരുവിതാംകൂറും കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചു. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്നത് ഏത് സമ്മേളനമാണ്? പയ്യന്നൂരിലെ കോൺഗ്രസ് സമ്മേളനമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനം എന്താണ്? സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ചു. 1947 കേളപ്പൻ്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും സ്വാതന്ത്ര്യപ്രാപ്തിക്കു ശേഷം ആലുവയിൽ വെച്ച് ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസ്സാക്കി. 1947 കേളപ്പൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. എവിടെ വെച്ചാണ് ചേർന്നത്? തൃശ്ശൂരിൽ വെച്ചാണ് ചേർന്നത്. അതിനുശേഷം സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം, അതായത് 1947 ശേഷം ആലുവയിൽ വെച്ചൊരു സമ്മേളനം നടന്നു. അവിടെയും എന്താണ് പറയുന്നത്? അവിടെ വെച്ചാണ് ഐക്യ കേരള പ്രമേയം പാസ്സാക്കിയത്. ഇതിനെ തുടർന്ന് 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. വർഷം ഇമ്പോർട്ടൻ്റ്. 1949 ജൂലൈ 1 എന്താണ് രൂപീകൃതമായത്? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. EMSൻ്റെ പ്രധാനപ്പെട്ട പുസ്തകത്തിൻ്റെ പേരാണ് 1.25 കോടി മലയാളികൾ. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായി. കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം 1956 നവംബർ 1. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് ഏതൊക്കെയാണ്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. മദിരാശി സംസ്ഥാനത്തിനാണ് വിട്ടുകൊടുത്തത്.
തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. ഏതൊക്കെയാണ് കേരളത്തോട് കൂട്ടിച്ചേർത്തത് എന്ന് ചോദിക്കാം. നമുക്കറിയാവുന്നതാണ്, എന്നാലും നോക്കി വെച്ചേക്കാം. കാസർഗോഡും ഹോസ്ദുർഗ് താലൂക്കുകളാണ് കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇത്രയും പോയിൻറ്റ്സുകളാണ് നമുക്ക് ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് കൊട്ടേഷൻസ് നോക്കാം. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതിയാണ്. എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവും ഇല്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. അപ്പോൾ ഈ പദ്ധതി ഏതാണെന്നും ഇങ്ങനെ പറഞ്ഞത് ആരാണെന്നും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. അടുത്തത്, നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുന്നുവെന്ന് സ്വയം ചോദിക്കുക. ഇങ്ങനെ പറഞ്ഞത് മഹാത്മാഗാന്ധി. നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുന്നു സ്വയം ചോദിക്കുക. ഇങ്ങനെ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അടുത്തത്, ഒരു കയ്യിൽ സമാധാനത്തിൻ്റെ ഒലീവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലീവില എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ. ഒരു കയ്യിൽ സമാധാനത്തിൻ്റെ ഒലീവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലീവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞത് ആരാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്തൊരു കൊട്ടേഷൻ നമുക്ക് നോക്കാം. മുസോളിനി പറഞ്ഞതാണ്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ഇങ്ങനെ പറഞ്ഞതാരാണ്? മുസോളിനി. അടുത്ത കൊട്ടേഷനാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഇങ്ങനെ പറഞ്ഞതും ആരാണെന്ന് നോക്കുക. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ? ഇങ്ങനെ ചോദിച്ചതാരാണ്? മേരി ആൻ്റോയിനറ്റ്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ? ഇതാരുടെ വാക്കുകളാണ്? മേരി ആൻ്റോയിനറ്റിൻ്റെ വാക്കുകളാണ്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്നുള്ളത്. അടുത്തത്, എനിക്ക് ശേഷം പ്രളയം. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞതാരാണ്? ലൂയി 15 ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ലൂയി 14 എന്താണ് പറഞ്ഞതെന്ന് കൂടെ നമുക്ക് നോക്കാം. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഇങ്ങനെ പറഞ്ഞതാരാണ്? ലൂയി 14 രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഞാനാണ് രാഷ്ട്രം. ഇങ്ങനെ പറഞ്ഞത് ലൂയി 14 അപ്പോഴും നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ നന്ദി.